സംസ്ഥാന സർക്കാർ അവഗണനയ്ക്കെതിരെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണയേറുന്നു. KPCC പ്രസിഡന്റ് കെ സുധാകരന് പിന്നാലെ സമരത്തിന് പിന്തുണയുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സെക്രട്ടറിന് മുന്നിലെ സമരപ്പന്തലിലെത്തി. മുഖ്യമന്ത്രി വിചാരിച്ചാൽ 1.5 മണിക്കൂർ കൊണ്ട് സമരം തീർക്കാൻ കഴിയുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം. ഇത് വളരെ ക്രൂരമായ നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്നത്. മുഖ്യമന്ത്രി വിചാരിച്ചാൽ 1.5 മണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. കാരണം അവരാവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം. ഇതൊക്കെ ന്യായമല്ലേ? 232 രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത്? ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ജീവിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം ഞങ്ങളുണ്ടാവും. സലീം മാലിക് വിശദാംശങ്ങളുമായി സെക്രട്ടറിയിലെ സമരപ്പന്തലിന് മുന്നിൽ നിന്ന് ചേരുന്നു. സലീം, യഥാർത്ഥത്തിൽ വലിയ പിന്തുണയാണ് പ്രതിപക്ഷം നൽകുന്നത്. ഗവൺമെൻറ് പറയുന്നു കേന്ദ്ര സർക്കാർ പൈസയും തന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇവർക്ക് പണം കൊടുക്കുക എന്നുള്ളതാണ്. ഇവർക്കിടയിൽ ഇവരുടെ ജീവിതം ഇങ്ങനെ ശ്വാസം മുട്ടി മുന്നോട്ട് പോകുന്നു. തീർച്ചയായും അല്പസമയം മുൻപാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടെ സന്ദർശിച്ച സമരക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ചു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വിഷയം മുഖ്യമന്ത്രി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെട്ട് ചർച്ച വിളിക്കണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പുതുതായി ഉയർത്തിയ ആവശ്യം. ആരോഗ്യമന്ത്രിയെയും ധനകാര്യ വകുപ്പ് മന്ത്രിയെയും വിളിച്ചിരുത്തി മുഖ്യമന്ത്രി ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രി വിചാരിച്ചാൽ വെറും 1.5 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഈ സമരം അതേ മട്ടിൽ അതേ നിലയിൽ തന്നെ തുടരുകയാണ്. മാത്രമല്ല സാധാരണഗതിയിൽ നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് കണ്ടുവരുന്ന ഈ അനിശ്ചിതകാല സമരങ്ങളുടെ സ്വഭാവം ആദ്യ ദിവസങ്ങളിൽ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകും, അതിനുശേഷം ആ ആൾക്കൂട്ടം മെല്ലെ മെലിഞ്ഞ് ഇല്ലാതാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ആശാവർക്കർമാരുടെ സമരം ഓരോ ദിവസം കഴിയുന്തോറും ശക്തി ഏറുകയാണ്. ഇപ്പോൾ മഹാസംഗമത്തിന് ശേഷം ആശാവർക്കർമാരുടെ സമരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് വലിയ നിലയിലുള്ള ഒരു ആൾക്കൂട്ടം ഇന്നും അവർക്ക് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. സമരപ്പന്തലിൽ ആശാവർക്കർമാർ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സമരത്തെ ഒരു വിധത്തിലും ദുർബലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കരുതിയ ചില പൊടിക്കൈകൾ കൊണ്ട് സമരത്തിനെ ദുർബലപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമരം 13ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്നും ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങളിൽ 2 എണ്ണം സർക്കാർ പരിഗണിച്ചിട്ടുണ്ട്. ഒന്ന് ഓണറേറിയം അനുവദിച്ചിട്ടുണ്ട് 2 മാസത്തെ, ഒപ്പം ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങളും ഉണ്ട്. അത് 1 മാസത്തെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ബാക്കിയുണ്ട്. അത് 2 മാസത്തെ എന്ന് പറഞ്ഞ് 1 മാസത്തെ തന്നിട്ടുള്ളൂ. അപ്പൊ ഇനി 1 മാസത്തെ അക്കൗണ്ടിലേക്ക് വന്നോ? അല്ല, അത് വന്ന് ആ തുക അക്കൗണ്ടിൽ വന്ന് 7,000 വന്നിട്ടുള്ളൂ, അല്ല വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ ഇവരൊരു സ്ത്രീയാണോ? ഈ നമ്മുടെ ആരോഗ്യമന്ത്രി അവരൊരു അമ്മയല്ലേ, ഒരു ഭാര്യയല്ലേ, ഒരു സഹോദരിയല്ലേ? അപ്പം നമ്മളെ ഈ പൊരി വെയിലത്ത് ഞങ്ങളിന്ന് 13 ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ BP, തൈറോയ്ഡ് എല്ലാ അസുഖമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്, ഹാർട്ട് പേഷ്യൻ്റൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് വല്ല സംഭവിച്ചോയാ ഇവരിതിൻ്റെ സമാധാനം പറയുമോ? അപ്പോൾ ഇനി നമുക്ക് ഉള്ളത് ഞങ്ങൾ പറയുന്ന ഡിമാൻഡുകളൊക്കെ ഇവർക്ക് അനുവദിച്ച് തന്ന് ഞങ്ങളെ പറഞ്ഞയച്ചൂടെ? ഇന്ന് 13ാം ദിവസമാണ്. അപ്പം നമുക്കും വീടും കുടുംബം എല്ലാവരും ഉള്ളതാണ്. ഞങ്ങൾക്കൊരു കാര്യത്തിന് പോകാൻ പറ്റില്ല. രാവിലെ വന്നിട്ട് നമ്മൾ രാത്രിയൊക്കെ ഇവിടെ കിടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ മന്ത്രി ഇതൊക്കെ കേൾക്കുന്നില്ലേ? അല്ല, മന്ത്രി പറയുന്നത് അങ്ങ് ഡൽഹിയിലാണ് ഞങ്ങൾക്ക് 100 കോടി തരാമുണ്ട്, അതൊക്കെ തന്നെ. അപ്പോൾ അത് മന്ത്രി നമ്മളെ കൂടെ അങ്ങ് ഡൽഹി കൊണ്ടുപോട്ടെ, അപ്പം നമ്മൾ കൂടെ പോവാം. എന്തായാലും വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഈ സമരക്കാർ ഉയർത്തുന്നുണ്ട്. ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കാതെ ഇവിടെ നിന്നും പോകില്ല എന്ന നിലപാടിലാണ് ഈ 13ാം ദിവസവും അവർ തുടരുന്നത്. അതേസമയം സമരത്തിന് പിന്തുണയേറുകയുമാണ്.